ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. നമ്മളിന്ന് BR മാച്ചാണ് കേട്ടോ കളിക്കുന്നത് ഗൈസ്. നമുക്ക് BR മാച്ചിലോട്ട് പോവാം. കുറച്ച് നേരം എടുക്കും തോന്നുന്നു. ഈ BR മാച്ചൊക്കെ ഒറ്റയ്ക്കാണ് ഞാൻ കളിക്കുന്നത്. ഇപ്പം ടീമായിട്ട് കളിക്കാൻ നിന്നാൽ കുറേ സമയം എടുക്കും ഇനിയും ലോഡായി വരാൻ. പിന്നെ നമ്മൾ നോക്കായി കഴിഞ്ഞാൽ ചിലപ്പം ഈ റാൻഡം മാച്ച് ആയതുകൊണ്ട് അവർ റിവൈവും ചെയ്യത്തില്ല ഗൈസ്. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ സോളോ കളിക്കുന്നത്. ഇപ്പം ഇത് ഷിപ്പ് ഇപ്പം തുറക്കും. തുറക്കാൻ സമയമായിട്ടുണ്ട് ഗൈസ്. ഈ ഷിപ്പ് നമുക്ക് നേരെ പോകാം. പോട്ടെ. 9th ആനിവേഴ്സറി ആണ് ഫ്രീ ഫയറിൻ്റെ. പീക്കുണ്ട്. ഇപ്പോൾ പുതിയ കുറച്ച് സ്ഥലം വന്നു കേട്ടോ ഗൈസ്. പാർട്ടി ഹാളോ അങ്ങനെ എന്തോന്നും പറഞ്ഞു. പാർട്ടി ഹാളല്ലേ ഗൈസ്. ഇവിടെ എന്തോ പാർട്ടി എന്ന് പറഞ്ഞ എന്തോ സ്ഥലമുണ്ട്. പീക്ക് കഴിഞ്ഞു ഗൈസ്. പീക്ക് കഴിഞ്ഞു ഗൈസ്. നേരെ പീക്കിലോട്ട് അല്ലണ്ട, വെപ്പൺസൊക്കെ എടുത്തിട്ട് പീക്കിലോട്ട് നമുക്ക് പോവാം. നമുക്ക് ക്ലോക്ക് ടവറിലോട്ട് ഇറങ്ങാം. ക്ലോക്ക് ടവറിലാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് അടിക്കാം. ക്ലോക്ക് ടവറും ഇച്ചിരി പ്രശ്നം തന്നെയാണ്. എന്തായാലും നമുക്കിപ്പം നേരെ ക്ലോക്ക് ടവറിലേക്ക് ഇറങ്ങാം. മേളിൽ ഇറങ്ങാൻ പറ്റുമോ? മേളിൽ തൊട്ടടുത്ത് വന്നിറങ്ങി ഗൈസ്. ഈ എനിമീസിനെ വല്ല കിട്ടിയപ്പോൾ അടിച്ചിടായിരുന്നു. ലൂട്ട് മൊത്തം ആദ്യം സെറ്റ് ആക്കണം ഗൈസ്. നമ്മൾ ലൂട്ട് സെറ്റ് ആക്കണം. ഗൈസ് ആരും വരാത്ത എന്ത് ഗൈസ്? ആരെങ്കിലും വരുമോ? ഗ്ലൂ ഇടാം ഇവിടെ. എന്നിട്ട് നമുക്ക് ബാക്കി സെറ്റ് ആക്കാം. മേടിൽ പോയി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കളിയിലോട്ട് പോവാം. ഇവിടെ ആൾക്കാരൊക്കെ വരണ്ടേ കേസ്. ഇവിടെ ആരും വരത്തില്ല കേസ്. ഇങ്ങനെ സാധാരണ ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരുത്തവന്മാരും കയറി വരും. CS മാച്ചിലൊക്കെ ഇവിടെ കയറി ഇങ്ങനെ ഒളിച്ചു നിന്ന് കഴിഞ്ഞാൽ ഓരോരുത്തന്മാർ വെച്ച് കയറി വരും. ആദ്യം ഒരുത്തനെ നോക്കിയിടണം. അപ്പോൾ മറ്റവനെ റിവൈവ് ചെയ്യാൻ പറ്റുമ്പോൾ അവനെ അടിച്ചിടണം. ഒരുത്തനെ കില്ലെടുക്കണം. അങ്ങനെയാണ് നമ്മൾ CS മാച്ചിലൊക്കെ ഈസിയാണ് ഈ സ്ഥലം. എവിടെയോ കേസ് തൻ്റെ ഫൈറ്റ് കിടക്കുന്നുണ്ട് കേസ്. നമുക്ക് വെളിയിലോട്ട് തന്നെ ഇറങ്ങേണ്ട വരുമെന്ന് തോന്നുന്നു. മേളിൽ കയറി എന്നാൽ നമുക്ക് നോക്കാം കേസ്. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചിടാം. ആരും ഇല്ലെങ്കിൽ നമുക്ക് താഴോട്ട് തന്നെ തിരിച്ചു പോവാം. എവിടെ എവിടുന്ന് അടി കിട്ടി കേസ്. നമുക്ക് കാണാനും വയ്യ അവന്. കേസ് ആരും ഒരാൾ വന്നിട്ടുണ്ട് കേസ്. കേസ് എൻ്റെ കില്ല് ഇതൊക്കെ കേസ് ഓടുന്നു കേസ്. അവനെ കാണുന്നില്ല കേസ്. അവൻ എന്നോട്ട് പോയി. ആൾക്കാരുണ്ട്. അതാ എൻ്റെ കില്ല് ഇതാ ഓടുന്നു കേസ്. നമ്മളൊരു കില്ലെടുക്കുന്ന സമയത്ത് നമ്മളെ ബാക്കിൽ കൂടി ഒന്ന് ശല്യം ചെയ്യുന്നത് നമുക്ക് പിടിക്കത്തില്ല കേസ്. നമ്മളെ സ്കില്ലിട്ടിട്ട് നമ്മൾ ഒന്ന് മെഡിക്കലടിക്കട്ടെ. ഗായ്സ് നമ്മളതിന് രക്ഷപ്പെട്ട് പോയാൽ നേരത്തെ നമ്മളെ കയ്യിലോട്ട് തന്നെ വന്ന് കയറി തന്നെ. ഇതെന്തുവാ? ക്ലോണ് കൊടുക്കാം. എന്തോ സ്കില്ലെന്നൊന്നും എനിക്കറിയാൻ വയ്യ. എന്തോ പുതിയ അപ്ഡേറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. സ്മോക്ക് ബോംബ് ചുമ്മാ ഇരിക്കുമല്ലേ, പൊട്ടിക്കുക. നമുക്കിനി നേരെ പീക്കിലോട്ട് പോയാലോ? പീക്കിലോട്ട് വിടാം.
പീക്ക് പീക്ക്. ഗൈസ്, അപ്പം നമുക്ക് പീക്കിലോട്ട് എത്താത്ത എന്ത് ഇപ്പം അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്ത് നിൽക്കാം. ആദ്യം നമുക്ക് പീക്കിലോട്ടൊന്ന് ഓടട്ട്. പെട്ടെന്നാവട്ടെ. ഇതിപ്പോൾ അടുത്തോട്ടെത്താൻ നമ്മൾ എങ്ങനെ കില്ലെടുക്കാം അതിൻ്റെ ഇതിലൊക്കെ. പീക്കിലോട്ട് എത്തിയപ്പോഴേ ബഹളം കേൾക്കുന്നുണ്ട് നമ്മൾ. നമുക്കിതിൻ്റെ അകത്തോട്ട് കയറി പോവാം. നേരെ ചെന്ന് കയറി കഴിഞ്ഞാൽ തലയ്ക്ക് അടി കിട്ടുമെന്ന് ഉറപ്പാണ്. പീക്കായതുകൊണ്ട് നമുക്ക് 2-3 മൂവ്മെൻ്റൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളെ അടുത്തോട്ട് ആൾക്കാർ വരട്ടെ ഓടി. എന്നാൽ നമ്മളെ എയിം ചെയ്യാൻ പാടില്ല അവർ. ഈ AW ഒരെണ്ണം കിടക്കുന്നു ഇവിടെ. പിന്നെ AW എടുക്കണ്ട. ഇപ്പോൾ ലോങ് റേഞ്ച് ഒന്നും സ്ഥലമില്ലല്ലോ. ലോങ് റേഞ്ചിനടുത്തൊന്നും. ഇവിടെ ഒരു ഗ്രൂ ഇട്ടിട്ട് നമുക്ക് വല്ല വാങ്ങിക്കാനുണ്ടോ എന്ന് നോക്കട്ട്. എന്തോ ഒരു മൂവ്മെൻ്റ് എനിക്ക് ഇതായിട്ടുണ്ട് ഗൈസ്. മൂവ്മെൻ്റ് ഉണ്ടല്ലോ, സെൻസായി. കണ്ട ഗൈസ്, 2 പേരും അവിടെ അടി. എൻ്റെ കില്ല് ഓടിപ്പോയി ഗൈസ്. കാണുന്നില്ലല്ലോ നമ്മളെ കില്ല് ഓടിപ്പോയെന്ന് തോന്നുന്നു. ഒളിച്ചു പോയി. ഇപ്പം നമുക്ക് വല്ല പോയി വാങ്ങാം. 2 മൂവ്മെൻ്റൊക്കെ ഇട്ട് കൊടുക്കാം. 2 ആൾക്കാർ വല്ല വരട്ടുന്നോട്ട്. ഇതിൻ്റെ അകത്തോട്ട് വരണം. നമുക്ക് വല്ല വാങ്ങിക്കാം. ഈ മൂവ്മെൻ്റ് സെൻസ് ആവും ഗൈസ്. സോൺ അടുത്തോട്ട് വരുന്നോണ്ടേ ഗൈസ്. ഇതാ ഇവളായിരുന്നു ഗൈസ്. പാപം എന്തോ വാങ്ങിച്ചോണ്ടിരിക്കുവായിരുന്നു. ശ്രദ്ധിക്കണ്ട ഇവിടെ ഒരു ഗ്രൂ അടക്കുന്ന കാര്യം. ഇനി വല്ല വാങ്ങാം. ഇതൊരെണ്ണം വേണം. പിന്നെ ഇതൊക്കെ എന്താ എബിലിറ്റി, എന്താ പുതിയ എബിലിറ്റിയുടെ അപ്ഡേഷൻ എന്തോ ഉണ്ട്. നമുക്കിപ്പോൾ ഇത് മാത്രം മതി. ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊരു സംശയം. വന്നതാ വരുന്നു ഗൈസ്. അവനെ അടിച്ചിട്ട് ഗൈസ്. ഈ പീക്കി വന്നതിനാൽ കില്ല് കിട്ടുമെന്ന് നമുക്ക് അടിപൊളിയായിട്ട് അറിയാം. ഈ സോൺ ഉണ്ടല്ലോ, ഈ മതിലിൻ്റെ ഇപ്പുറത്തോട്ട് വന്നാൽ നമുക്ക് പോവാം. മതിലിൻ്റെ ഇപ്പുറത്തോട്ട് വരുന്നില്ലല്ലേ. വേറെ വല്ലതും ഉണ്ടോ നല്ലത്? ഒരു ബാഗും കൂടി വാങ്ങും. നമുക്ക് പോവാം ഇനി ഗ്യാസ്. നമ്മളിവിടെ കാത്തു നിൽക്കും ഗ്യാസ്. എല്ലാം വരുമോയെന്നറിയാൻ വയ്യ. സോണിങ് വന്നു തോന്നുന്നു കേട്ടോ. ഇതെന്തോ വെപ്പൺ ആവറേജ് കൂട്ടാൻ പറ്റുമോ വെപ്പൻ്റെ ഇത്? 2 വെപ്പൺസിനും ഉണ്ടല്ലോ. ഇതിന് കൂട്ടിയാലോ? ലോങ് റേഞ്ച് ഗണ്ണിൻ്റെ കൂട്ടാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്വിച്ച് ചെയ്യുന്ന ഇച്ചിരി മാറ്റിയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന ഇച്ചിരി നോട്ടിടാം. എന്ത് ഗണ്ണിൻ്റെ ലെവൽ 99. എനിക്ക് തോന്നുന്നു ഇതും ഈ അപ്ഡേറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. തിരിച്ച് നമുക്ക് ക്ലോക്ക് ടവറിലോട്ട് പോകണോ? ഗൈസ്, അങ്ങോട്ട് പോവാനും ഇവിടെ ഒരു എനിമീസിനെ കാണുന്നില്ല. എനിമീസിനെ ചാടി വന്നടിക്കും. നമ്മളിപ്പോൾ ഒന്ന് ഫയർ ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഈ സാധനത്തിൽ കയറുവാണെങ്കിൽ താരമല്ല എനിമീസ് ഉണ്ടെങ്കിൽ പെട്ട്. കാര്യം എന്തെന്ന് പറഞ്ഞാലേ, നമ്മൾ എനിമീസിനെ ഇതിൻ്റെ മേളിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ
ചാടാൻ. കേസിൻ്റെ വെടി വെക്കും മിക്കവാറും അവൻ. അതിന് മുമ്പേ നമുക്ക് അവനെ കൊല്ലാം. കേസ് എനിക്ക് ഡാം കേസ് പെട്ടെന്ന് യൂസ് ചെയ്തിട്ട് കേസ്. ഓ ഗ്യാസ് എന്തായാലും നമ്മളിതായി. അപ്പം ഗ്യാസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗ്യാസ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സൈഡിലുള്ള ചെറിയ ബെൽ ഐക്കണും കൂടി നിൽക്കാൻ മറക്കല്ലേ ഗ്യാസ്. ബൈ ബൈ.